ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ആര്യയുടെ ബർത്ത്ഡേ ആണ്. അത് മെയ് 14 അവളുടെ ബർത്ത്ഡേ. അപ്പം അവൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുത്തത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാമേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഷോപ്പിങ്ങിലേക്ക് അവൾക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ട്. ഓക്കെ, അപ്പം ഞാനും അമ്മയുമാണ് ഒരു വണ്ടിയിൽ, അവളും അച്ഛനും വേറെ വണ്ടിയിലാണ്. ബിക്കോസ് നമ്മൾ 4 പേരും ഒരു വണ്ടിയിൽ അഡ്ജസ്റ്റ് ആവത്തില്ല. കാറാണേ അവിടെ നിന്ന് ഇറക്കാനും പറ്റത്തില്ല. ബിക്കോസ് ഇറക്കാനും കയറ്റാനും കുറച്ച് പാടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 ആക്റ്റീവ ഉണ്ട്. അപ്പോൾ ആ 2 ആക്റ്റീവയിലും 2 പേര് വെച്ച് കയറി. അപ്പോൾ നമ്മൾ ആദ്യം കയറാൻ പോകുന്നത് ഓയാസിസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ടാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ അകത്തത്തെ എല്ലാം കാണിക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പാർക്കിംഗ് സ്ഥലത്തോട്ട് പോവാണ്. അത് ഫ്രണ്ടായിരുന്നു നമ്മൾ കുറച്ച് മുന്നേ കാണിച്ചത്. അപ്പോൾ ഇതാണ് പാർക്കിംഗ് സ്ഥലം. ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. പൈസയൊക്കെ കൊടുത്ത് ഇപ്പോൾ നമ്മൾ അകത്തോട്ട് പോകുന്ന സീനാണിത്. മൊത്തം കന്നഡയാണ് എഴുതി വെച്ചിരിക്കുന്നത്, നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അതാണ് സെർച്ച് ചെയ്തിട്ടൊക്കെ ആക്ച്വലി അവിടെ കയറിയത് വെറുതെ ആയിപ്പോയി ഗൈസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം അവിടെ ഏകദേശം കുഴപ്പമില്ല, ഡ്രസ്സൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു നോർമൽ ഡ്രസ്സിന് പോലും അവർ ഭയങ്കര റേറ്റ് അവിടെ വെച്ചിരുന്നത്. നമ്മളെ കൊണ്ട് താങ്ങത്തില്ല. വലിയ കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, വലിയ ക്വാളിറ്റി ഐറ്റം അല്ല. എന്നിട്ടും പക്ഷേ അതിന് ഭയങ്കര റേറ്റ്. പിന്നെ നമ്മളെന്ത് ചെയ്യാനാണ്, നമ്മൾ കുറച്ച് എല്ലായിടവും ഭയങ്കര നല്ലപോലെ തപ്പി എന്ന് വെച്ചാൽ നല്ലപോലെ തപ്പി. ഓരോരുത്തരും 3000-4000 ഒക്കെയാണ്. ഒരു ചെറിയ ടോപ്പിന് മാത്രം അവിടെ 3000-4000 ആണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങളത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വിചാരിച്ച് പോത്തീസിലോട്ട് പോകാമെന്ന്. പോത്തീസ് ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോയിരുന്നു, സിഗ്നൽ കണ്ടില്ല. എല്ലാവരും വിട്ടുപോയി. അപ്പോൾ നമ്മളും അങ്ങ് വിട്ടുപോയി. നമുക്കാണെങ്കിൽ സ്ഥലം എടുത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഗൂഗിൾ മാപ്പിൽ നമുക്ക് കറക്റ്റ് സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് ഈ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് കൊണ്ട് ഒരു കാര്യമില്ല. അത് തിരിഞ്ഞു മറിഞ്ഞാണ് ഇരിക്കണത്. മാപ്പ് പോലും നേരെ അല്ലായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് പെട്ടു. പിന്നെ നമ്മൾ വണ്ടി വിട്ടപ്പം എല്ലാവരും വിട്ടപ്പോൾ നമ്മളും വിട്ടോ. അപ്പോൾ ഉടനെ അവിടുത്തെ പോലീസുകാർ നിർത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ എന്തോ ചെയ്ത് ക്രോസ് ചെയ്തെന്നാ അങ്ങനെ കണ്ട് സിഗ്നൽ ജമ്പ് ചെയ്തെന്ന് പറഞ്ഞു. സിഗ്നൽ ജമ്പ് ചെയ്തെന്ന് പറഞ്ഞ് പിന്നെ അയാൾ പറഞ്ഞു 1000 രൂപയെന്ന്. പിന്നെ അവർ പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഇല്ല, പൈസ തന്നെ വേണം. അവിടെ ആണെങ്കിൽ ATM ഇല്ല. പിന്നെ എൻ്റെ ഫോൺ കവറിൽ പൈസ ഉണ്ടായിരുന്നു, 700 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ശേഖരിച്ച് വെച്ചിരുന്ന 200 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് കൊടുത്തു. എൻ്റെ 700 പോയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പോത്തീസെത്തി കറങ്ങി തിരിഞ്ഞ്. അപ്പോൾ അതിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. പിള്ളേർ ഐറ്റംസൊക്കെ ആയിരുന്നു ഇത്. പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടതുകൊണ്ട് നേരെ നമ്മൾ അവൾക്ക് തുണി മേടിക്കുന്ന സെക്ഷനിലേട്ടാണ് പോയത്. ബിക്കോസ് നമുക്ക് എങ്ങനെയെങ്കിലും തുണി വേഗം എടുത്തിട്ട് പോകണമായിരുന്നു. ബിക്കോസ് മഴ വരാതായിരുന്നു ഗൈസ്. അതുകൊണ്ട് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. പിന്നെ തപ്പി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേയൊക്കെ നോക്കി, പക്ഷെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചോയ്സസ് ഇല്ലായിരുന്നു അവിടെ. അതായിരുന്നു പിന്നെ കിട്ടിയ ഒരു പ്രശ്നം. പിന്നെ ഞാൻ നൈസിന് പോയി എനിക്കൊരു പാൻറ്റും ബനിയൻ നോക്കി. ബനിയൻ പുറകെ വരുന്നുണ്ട്. എനിക്ക് വേറെ വലുതായിട്ട് ജീൻസ് മറ്റേ സ്കിന്നി ജീൻസൊക്കെ ഉള്ളായിരുന്നു. ഇങ്ങനത്തെ ബാഗ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു ജീൻസ് എടുത്തതാണ് ഇത്. പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സാണ്
നമ്മൾ അവൾക്ക് മേടിച്ച് കൊടുക്കുന്നത് ഇത് പർപ്പിളാണ് കളർ കേട്ടോ. പർപ്പിളും വൈറ്റ് ബനിയൻ ഇൻസൈഡ് ഇടുന്നതും വെളിയിൽ മറ്റേ പർപ്പിൾ. ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കറുത്ത ഷെയ്ഡായിട്ട് തോന്നുന്നു. ഇത് പർപ്പിളാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവൾക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടും ഉറപ്പല്ലേ. പിന്നെ നമ്മൾ ബില്ലടിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ സൈഡിൽ ഞങ്ങൾ പിള്ളേരായതുകൊണ്ട് നമ്മുടെ ഒരു പറ്റിയ ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മളതൊക്കെ നോക്കി നിൽക്കത്തില്ലേ ഇങ്ങനെ വഴി നോക്കൽ, അത് തന്നെ. അപ്പോൾ നമ്മൾ ആ സാധനമൊക്കെ ഓരോന്ന് എടുക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ നിന്ന് എൻ്റെ അനിയത്തി പറയുന്നത് എന്താണെന്നറിയോ? മാൾട്ടി പറയുന്നത് നമുക്ക് അമ്മയോട് ചോദിച്ചിട്ട് എടുക്കാം. പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ബില്ല് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ക്ലിപ്പ് സെക്ഷൻ്റെ അവിടെ എത്തിയത്. ക്ലിപ്പ് വീക്ക്നെസ്, ഗേൾസിൻ്റെ ഒരു വീക്ക്നെസ് എലമെൻ്റ്, ക്ലിപ്പ്, അത് ഇത് മാല വള. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എത്തിയപ്പോൾ അവൾക്ക് ഓരോ സാധനം കാണുമ്പോൾ ആ കൈയിടുന്ന ബ്രസ്ലെറ്റ് ഉണ്ടോ അതൊക്കെ വേണമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ ആവശ്യത്തിലേറെ സ്വർണ്ണത്തിൻ്റെ തന്നെ ഇരിപ്പുണ്ട്, പിന്നെ എടുക്കാനതെന്ന്. പിന്നെ ഇതാണ് ഇവിടുത്തെ മേക്കപ്പ് സ്ഥലം. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചുമ്മാ വീഡിയോ എടുത്ത്, അത്ര തന്നെ. എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതാണ് ഞാനെടുത്ത ടോപ്പ്. അച്ഛൻ ആദ്യം പറഞ്ഞു വെച്ചതാണ്, പിന്നൊന്നും പറഞ്ഞിട്ട. അത് കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് അവിടെ വന്നപ്പം 2 പാവകളെ കണ്ടു, കൈലി. പിന്നെ ഇത് ഏത് പാവയെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോയും ഫോട്ടോസും എടുത്തിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ബിക്കോസ് മഴ വേറായിരുന്നു. അവിടെ ഞങ്ങൾ വേഗം പോയി. പക്ഷേ വീട്ടിലെത്തിയപ്പം നമ്മൾ മഴ നനഞ്ഞ് തന്നെയാണ് ഗൈസ് എത്തിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് പറയുന്നുണ്ട്, കാണാം നിങ്ങൾക്ക്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇന്നലെ 6:30 ഒക്കെ ആയി. അപ്പം ഭയങ്കര മഴയായിരുന്നു, അതാണ് ലേറ്റായി. പിന്നെ വഴി ഗൂഗിൾ മാപ്പിനകത്ത് കാണിക്കുന്ന മൊത്തം തെറ്റായിരുന്നു. അതുകൊണ്ട് മഴയും പെയ്തപ്പോൾ എല്ലാം കൂടി ഒത്ത് നനഞ്ഞ് കയറി വന്നത്. അപ്പം ബാക്കി ഇച്ചിരി വീഡിയോസ് ലാസ്റ്റ് എൻഡ് ചെയ്യണ്ടല്ലോ നമുക്ക്. അപ്പം നമ്മൾ രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സമയമില്ലായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.